സർക്കാർ കടത്തിൽ മുങ്ങിയതോടെ എങ്ങനെ കരകയറാമെന്ന തത്രപ്പാടിലാണ് പിണറായിയും മന്ത്രിമാരും. എന്നാൽ നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് തലയൂരുക എന്നത് സർക്കാരിന് അത്ര കണ്ട് എളുപ്പമാകില്ല. പൊതുവെ മുഖ്യന്റെയും മന്ത്രിമാരുടെയും സുഖജീവിതത്തിന് യാതൊരു കോട്ടവും തട്ടാതെ പൊതുജനത്തെയും സർക്കാർ ജീവനക്കാരെയും മുതലാക്കിക്കൊണ്ട് നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അധിക നികുതി ഈടാക്കുക എന്ന തീരുമാനവും അത്തരമൊരു ഉദ്ദേശത്തിന് പിന്നാലെ തന്നെ ഉണ്ടായ സർക്കാർ തീരുമാനമാണ്. ഇപ്പോഴിതാ സംസ്ഥാനത്തിന്റെ കടബാധ്യത തകർക്കാൻ പോകുന്നത് സർക്കാർ ജീവനക്കാരുടെ ജീവിതം കൂടിയാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്നുള്ള സംശയങ്ങൾക്കാണ് ഇപ്പോൾ ബലം വെക്കുന്നത്. ബജറ്റിൽ ലീവ് സറണ്ടർ നിർത്താൻ നീക്കുമെന്നാണ് റിപ്പോർട്ട്. സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരുമായി ധനമന്ത്രി ബാലഗോപാൽ നടത്തിയ പ്രീ ബജറ്റ് ചർച്ചയിലാണ് ഇത്തരമൊരു നിർദ്ദേശം ഉയർന്നു വന്നത്. ഒരു മാസത്തെ ശമ്പളമാണ് ലീവ് സറണ്ടറായി ലഭിക്കുന്നത്. ബാലഗോപാൽ ധനമന്ത്രിയായതിനു ശേഷം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ലീവ് സറണ്ടർ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. 6 ഗഡു DA കുടിശ്ശികയാണ്. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിൽ കേന്ദ്ര ജീവനക്കാർക്ക് 2024 ജനുവരി മുതൽ ലഭിക്കേണ്ട 1 ഗഡു DA നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുമെന്നും സൂചനയുണ്ട്. ഇതോടെ കേരളത്തിൽ 7 ഗഡു DA കുടിശ്ശികയാകും. ഇതെല്ലാം ജീവനക്കാർക്കിടയിൽ ആശങ്കയായി മാറുന്നുണ്ട്. അതിനിടെ പെൻഷൻ പ്രായം ഉയർത്തുമോ എന്ന ചർച്ചയും ഉയരുന്നുണ്ട്. സംസ്ഥാന ബജറ്റിൽ കുടിശ്ശിക DAയുടെ പകുതിയെങ്കിലും ബാലഗോപാൽ പ്രഖ്യാപിക്കുമോ എന്ന ആകാംക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും. നികുതി വരുമാനം വർദ്ധിപ്പിക്കണം, കാർ വാങ്ങാൻ 10 ലക്ഷം സീലിംഗ് ഏർപ്പെടുത്തണം എന്നൊക്കെയാണ് ഉയർന്നു വന്ന മറ്റ് നിർദ്ദേശങ്ങൾ. പരമാവധി പെൻഷൻ 50,000 രൂപയായി നിജപ്പെടുത്തണമെന്ന വിദഗ്ധ ഉപദേശവും ധനമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം മുഖ്യമന്ത്രിയുടെ തീരുമാനവും നിർണായകമാകും. ഫെബ്രുവരി 2-നാണ് കേരള ബജറ്റ്. പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ യുവജന സംഘടനകൾ പ്രതിഷേധത്തിലാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ ഇലക്ഷൻ അടുത്ത ഘട്ടത്തിൽ പെൻഷൻ പ്രായം 60-ലേക്ക് ഉയർത്താനുള്ള സാധ്യതയും കുറവാണ്. ഏകപക്ഷീയമായി ബജറ്റിൽ ലീവ് സറണ്ടർ വെട്ടിച്ചുരുക്കുന്നത് ജീവനക്കാരുടെ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കും. ലീവ് സറണ്ടർ ഏതായാലും തൽക്കാലം നൽകില്ലെന്നതും വസ്തുതയാണ്. ഏതായാലും സർക്കാരിന്റെ പുതിയ തീരുമാനം സർക്കാർ ജീവനക്കാരെ വലയ്ക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായി. അപ്പോഴും മുഖ്യന്റെ ക്ലിഫ് ഹൗസിലെ വെള്ളത്തിന്റെ പവർ കൂട്ടാനും യാതൊരു ആവശ്യവുമില്ലാത്ത ഹെലികോപ്റ്ററിന് വാടക കൊടുക്കാനുമെല്ലാം ഇപ്പോഴും സർക്കാർ പണം കണ്ടെത്തുന്നു എന്നതാണ് മറ്റൊരത്ഭുതം.